അമ്മയിലും ഫെസ്കയിലൊന്നും മെമ്പർ അല്ല, പക്ഷേ എങ്കിലും ബാഡ് ബോയ്സിലും മീനൂസ് കിച്ചണിലും ഞാൻ വർക്ക് ചെയ്തതാണ്. ഞാൻ വിളിച്ചപ്പോൾ സ്നേഹത്തോടെ ഓടിയെത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഇടക്കുറിച്ച് നിന്നും ഒരുപാട്, ഞാൻ വീട്ടുപേര് പറയുന്നില്ല, പക്ഷേ ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്, തലത്തിരിപ്പുണ്ട്. അവര് ക്യാമറ മുന്നിൽ കൊണ്ടുവരാണ്ട് ഞാൻ കാണിക്കുന്നില്ല, പക്ഷെ എന്റർടൈൻമെന്റ് സെക്ഷൻ ആയിട്ടുള്ള പ്രോഗ്രാംസ് അവർ കാണിക്കും. അവര് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു 25ാമത്തെ ബർത്ത്ഡേക്ക് എത്തുന്ന എല്ലാവർക്കും ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് പറയാം. കാരണം മലയാള സിനിമയിലും സീരിയലിലും തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. എവിടെ കഴിഞ്ഞിട്ട് വരുമെന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പൊ സമയം ഇപ്പോൾ 22 കാരണം ഞാന് അമ്മയിലും ഫെസ്കയിലൊന്നും മെമ്പർ അല്ല, പക്ഷേ എങ്കിലും ബാഡ് ബോയ്സിലും മീനൂസ് കിച്ചണിലും ഞാൻ വർക്ക് ചെയ്തതാണ്. പക്ഷെ എന്നിട്ടും നമ്മൾ കാണിക്കുന്ന ഒരു മര്യാദ അത് നമുക്ക് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് മാറ്റർ അല്ല. നമ്മളെ വിശ്വസിക്കുന്ന ആൾക്കാർ, അലിജോസ് പറയുന്ന വ്യക്തിയെ മനസ്സിലാക്കുന്ന ആൾക്കാർ വീട്ടിലേക്ക് വരും. കാരണം ചില ആൾക്കാർ ഓൺലൈൻ മീഡിയ പണ്ട് എന്നോട് ചോദിച്ചപ്പോഴാണ് കല്യാണം കഴിക്കുകയില്ലേ. അപ്പൊ ആ ഒരു വിഷയത്തും ഒരുപാട് മെന്റൽ ടോർച്ചറിങ് സംഭവിച്ച. പക്ഷെ നമ്മള് ഒരു ലൈഫിൽ എന്താ പറയാ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ നാളെ ഒരു ദിവസം കല്യാണം എന്ന് പറഞ്ഞ സംഭവം ഓട്ടോമാറ്റിക് വരുമെങ്കിൽ വരും. പക്ഷെ അപ്പൊ അതിനോട് ആൾക്കാരെ കളിയാക്കുന്നതിനെ പറ്റി നമ്മൾ ബോധറാവുന്നില്ല. ഒരുപാട് നാളെ ബോധറായിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില ആൾക്കാർ സന്തോഷ് വർഗീയെന്ന് പറഞ്ഞ വ്യക്തിക്ക് പോലും 40 വയസ്സായിട്ട് പുള്ളിക്ക് ഒരു നല്ലൊരു മാരേജ് പുള്ളി തന്നെ സെറ്റ് ആകുന്നില്ല. അപ്പോ എന്റെ ലൈഫിൽ 25 വയസ്സിനിടയ്ക്ക് കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് അതൊരു തെറ്റാനുള്ള കാര്യമാണെന്ന് ഞാൻ പറയാം. തെറ്റെന്നല്ല, സമയമാകുമ്പോ കല്യാണം കഴിക്കും. കാരണം 21 വയസ്സിന് മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കാം. പക്ഷെ അത് എല്ലാവരും നിർബന്ധമായിട്ട് ആ ഒരു പെട്ടെന്ന് തന്നെ പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ കിട്ടണമെന്നൊന്നുമില്ലല്ലോ. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇതിനെപ്പറ്റി പറയാന്ന് വെച്ചാൽ 18 വയസ്സാകുമ്പോ തന്നെ സ്ത്രീകളെ കെട്ടിച്ചു വിടുന്നു. പക്ഷെ എന്തുകൊണ്ട് ഞാൻ വിട്ടേക്ക്. പക്ഷെ 21 വയസ്സിനും 30 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരുപാട് ആൾക്കാർ കല്യാണം കഴിക്കാണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അവരെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് ആൾക്കാരില്ല? ജോലി ഉണ്ടായിട്ട് പോലും വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. കാരണം ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ പറയാൻ ആരാന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇതൊരു പൊതുവായിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഭക്ഷണം കഴിക്കാനും വീടുണ്ടെന്ന് പറഞ്ഞാലും ഒരു ലൈഫ് പാർട്ണർ വേണമെന്ന് പറയുന്നത് അതൊരു മോശം കാര്യമല്ലെന്നാണ് എനിക്ക് എൻ്റെ ഒരു നിഗമനം. കാരണം നമുക്ക് കള്ള് കുടിക്കാനും സിഗരറ്റ് വലിക്കാനും ഒക്കെ പറ്റും. പക്ഷെ ഇപ്പോ കാശ് കൊടുത്തൊരു പെണ്ണിനാണെങ്കിൽ വളക്കാൻ പറ്റും. പക്ഷെ കാശല്ല വലുത്, സ്നേഹം എന്ന് പറഞ്ഞ സംഭവം കൊടുക്കാനായിട്ട് ആൾക്കാർക്ക് പാടാണ്. അപ്പോ സ്നേഹം ബന്ധം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ പ്രേമിച്ചാൽ ഇന്നത്തെ കാലത്ത് പെണ്ണ് കിട്ടുമെന്നൊരു സംഭവമുണ്ട്. പക്ഷെ എന്റെ ലൈഫിൽ ഒരുപാട് പേര് നമ്മളെ ചതിച്ചുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. മലയാളികളായിട്ടുള്ള ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരില്ല. കാരണം ഇംഗ്ലീഷ് ഉണ്ട്, തമിഴുണ്ട്, തെലുങ്കുണ്ട്, ഒരുപാട് ഭാഷകളുണ്ട്, പഞ്ചാബ് വരെ ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മള് മറുഭാഷയിൽ നിന്നാണ് കല്യാണം കഴിക്കുന്നത്. കാരണം ഞാൻ ചോദിച്ചോട്ടെ, എന്ത് വിശ്വസിച്ചാണ് ഞാൻ ഒരു മലയാളി പെൺകുട്ടിയെ കിട്ടാൻ പറ്റുന്നത്? കാരണം ജീവിതം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അപ്പൊ അതില് ഒരു ബെഡ്റൂമിൽ കുറ്റി അടച്ച് കിടന്നുറങ്ങുമ്പോൾ ഒരു മലയാളി പെൺകുട്ടിയെ അലിൻജോസ് പെരേര വ്യക്തി എന്ത് ധൈര്യത്തില് ജീവിക്കും? മനസ്സിലായോ? അപ്പോ എന്തായാലും ബർത്ത്ഡേക്ക് പറയേണ്ട കാര്യമല്ല, എന്നാലും ഞാൻ പറയേണ്ട കാര്യമാണ്. കാരണം ഇത് ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയൊരു കാര്യമാണ്. പക്ഷെ ലൈഫിൽ അടുത്ത 2 വർഷത്തിനുള്ളിൽ എന്തായാലും കല്യാണം എന്ന പ്രോസസ് വന്നിരിക്കും. എന്തായാലും അത് ഇവിടെ വശമായിരിക്കില്ല, ബാംഗ്ലൂര് അല്ലെങ്കിൽ പോണ്ടിച്ചേരി വെച്ചൊക്കെ ആയിരിക്കും കല്യാണം നടക്കുന്നത്. അപ്പൊ എന്തായാലും ഇപ്പോ മാഹിൻ മൂവാറ്റോ വന്നിട്ടുണ്ട്. അപ്പൊ 2 പാട്ട് പുള്ളി പാടും. അഭിലാഷാട്ടെ മാറിയിക്കാം, പുള്ളി പാടട്ടെ. പ്രിയപ്പെട്ട കലാകാരൻ മാഹിൻ മൂവാറ്റുപുഴ ആഘോഷമായിട്ട് ദാസേട്ടൻ, നെഞ്ചസ് റുമാനാണ്, മാർക്കോസ് ഉറുവിന്റെ സൗണ്ടിൽ പാടുന്ന ഒരു കലാകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗാനം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പോൾ പത്തനംതിട്ട സ്റ്റുഡിയോയിൽ പോയി അദ്ദേഹം പാടിയ പാട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ എന്തായാലും ഈ പാട്ട് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെടും. ഒരു കാര്യം പറയുകയാണ്, ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾ ഒറിജിനലാണോ എന്ന് ഞെട്ടൊരു കാരണം നല്ല ഇതുകൊണ്ട്
ഈ ഗാനം പമ്പ എന്ന കലാകാരിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. ബർത്ത്ഡേ നീ തുമ്പ് കെട്ടിയ അത് ആ പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇടക്കൊച്ചിയിൽ നിന്നും അലിൻ ജോസ് പെരേരയാണ് ഇതിന് കത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് വേണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ റേഡിയോയിലേക്ക് വിളിക്കുകയുണ്ടായി. ഞാൻ അലിൻ ജോസാണ് ഈ പാട്ട് ഞങ്ങൾക്ക് കേൾപ്പിക്കണം, മാഹിൻ മാറ്റുന്ന ഗായകന്റെ സൗണ്ടിലാണ് കേൾക്കേണ്ടത് എന്ന് കിട്ടി. അപ്പൊ ഞങ്ങള് തീരുമാനിച്ചിരിക്കണം. അപ്പൊ പിറന്നാൾ ആഘോഷിക്കുന്ന പെരേരയ്ക്ക് വേണ്ടി സൂപ്പർ സ്റ്റാർ കണ്ടതും കേട്ടതും അതാണ് ഞങ്ങളുടെ ചാനലിൽ. പാടും. ഇതിനുശേഷം കോമഡി ഉത്സവം അഭിലാഷ് ആടായത്തിന്റെ മെഗാ ഷോ 1 മണിക്കൂർ. ആരാധകരാണ്, എവിടെ ചെന്നാലും ആരാധകരാണ്. കുറച്ചാണ് എവിടെ ചെന്നാലും പുള്ളി പോയി. അപ്പൊ നിങ്ങൾ കേൾക്കാത്ത മിമിക്രിയാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. മലയാള സിനിമയിൽ തന്നെ ഞെട്ടുന്ന സിനിമാ താരങ്ങളാണ്. ഞാൻ ഒരു സ്ഥലത്ത് പോലും ഒരു ചാനലിന് പോലും കൊടുക്കാത്ത ഒരു സൗണ്ടാണ് ഞാൻ മിമിക്രിയിൽ ചെയ്യുന്നത്.